ശബരിമലയെ മുച്ചോട് മുടിപ്പിക്കാൻ മുഖ്യന്റെ പടയും ദേവസ്വവും ഒരുമിച്ച് കൈകോർത്തപ്പോൾ ശബരിമല ശ്രീകോവിൽ വരെ കട്ടുകൊണ്ടുപോകുന്ന കഥയാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. കോടതി തന്നെ എല്ലാ കാര്യത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ ചിരി മായുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭയിലാകട്ടെ സ്പീക്കറെ പോലും വിറപ്പിക്കുന്ന തരത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികളും ബാനറുകളും ഉയർന്നു പൊങ്ങിയിരുന്നു. എന്നാൽ ഇവിടെ ഒരാളുടെ വലിയ കുറവുണ്ടായിരുന്നു. നെഞ്ചൂക്ക് കൊണ്ട് പോലീസിനെ പോലും വിറപ്പിച്ചു നിർത്തുന്ന പാലക്കാടിന്റെ സ്വന്തം MLA. രാഷ്ട്രീയത്തിൽ തനിക്കെതിരെ വന്ന പടയെ മുഴുവൻ ഒറ്റയ്ക്ക് നേരിട്ടവൻ. ഇന്ന് പലരും കാണിക്കുന്ന ആവേശവും തുള്ളലുമുണ്ടല്ലോ, ഇതൊക്കെ പണ്ടേ ചെക്കൻ കളം വിട്ടതാ. വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. പോലീസിനെ നേർക്ക് നേരെ നിന്ന് പലതവണ നേരിട്ടുള്ള ആളാണ് മാങ്കൂട്ടം. ശക്തമായി പ്രതികരിച്ചിരുന്നു. ഒരു എതിരാളിയെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ ഇപ്പോൾ നേർക്ക് നേരെ നിന്നും ചോദിക്കുകയാണ് കോൺഗ്രസ് പട മുഴുവൻ. മുൻപ് പോലീസിനെ നടുറോട്ടിലിട്ട് വിറപ്പിക്കുന്ന മാങ്കൂട്ടത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ തരംഗമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ചുണക്കുട്ടി, പുലിക്കുട്ടി എന്നൊക്കെ ക്യാപ്ഷൻ നൽകിയാണ് സോഷ്യൽ മീഡിയ ആ വീഡിയോയെ ആഘോഷമാക്കുന്നത്. നമ്മൾ ആ വീഡിയോ ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം. നിങ്ങൾ എന്നിട്ട് അവരെ ഓടിച്ചോ? നിങ്ങൾ അവരെ ഓടിച്ചോ? നിങ്ങളെ മുഖം നോക്കി തന്നെ അടിച്ചേ. നിങ്ങളെ മുഖം നോക്കി തന്നെ അടിച്ചേ. നിങ്ങളെ മുഖം നോക്കി തന്നെ അടിച്ചേ. ആ പേര് പറഞ്ഞ CI ആരെ മാറ്റി? നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളൊരു പ്രതിഷേധം ഞാൻ സംസാരിക്കുക, DYSPയോട് സംസാരിക്കുക, ഒരാൾ സംസാരിക്കുക. ഞാനത് പിരിച്ചുവിട്ടതാ. നമ്മൾ തമ്മിൽ സംസാരിച്ച് പിരിച്ചിട്ട് അവസാനിപ്പിച്ചതാ. അവരുടെ പാർട്ടി ഓഫീസ് അവിടെ നിൽക്കുക. അവിടെ നിങ്ങൾ ആളുകളെ ക്ലിയർ ചെയ്തു. സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത്? സാധാരണ എങ്ങനെയാണോ ക്ലിയർ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ മറ്റേ ഈ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അടിച്ചു. എന്താണ് ജോമിൻ? പോലീസ് അടിച്ചതാ, DYFIക്കാർ അടിച്ചതല്ല. അവരെ അടിച്ചില്ല DYSP, അവരെ അടിച്ചില്ല DYSP. ആ CI ഞാൻ കണ്ടതല്ലേ? ആ പേര് വിളിച്ച ആള് എന്താണ് പേര്? മുരുകനോ? DYSPക്കും അറിയാം, DYSPക്കും അറിയാം. നിങ്ങൾക്ക് DYFI ഉണ്ട്. ഞാൻ സംസാരിക്കുക. ആ CI ബോധപൂർവ്വം അടിച്ചു. ഞങ്ങളുടെ ഈ വിഷ്വൽസ് ഉണ്ട്. ഞങ്ങൾ പരാതി തരും, നടപടി ഉണ്ടാകും. നിങ്ങളിങ്ങനെ നല്ലൊരു ക്രൈസിസിനെ മാനേജ് ചെയ്യേണ്ടത്. DYSP ഞാനും കൂടെ സംസാരിച്ചതാ, സംസാരിപ്പിച്ച് അവസാനിപ്പിച്ചത് നമ്മൾ ആണോ? ഞാൻ പിന്നെ ഇവിടെ പ്രകടനത്തിൽ നിന്നില്ല. ആരെ എറിഞ്ഞേ? ഞാനാണോ? ഞാൻ ആ പ്രകടനം പിരിച്ചുവിട്ടതാണ്. ഞാൻ ആ മാർച്ച് പിരിച്ചുവിട്ടതാണോ? ആ ഇവിടെ വന്ന ആ CI ഇപ്പൊ അയാൾക്ക് വരണ്ടല്ലോ. ആളുണ്ട്, കേക്ക് വരണ്ടല്ലോ. ആംബുലൻസ് കയറ്റി വിടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. ശരി സാറേ, അത് വികാരം അതിനാണോ ആണല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ അവന്മാര് ഞങ്ങളെ കല്ലെടുത്തു? ഞങ്ങൾ സമരം പോകുന്നു. പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യണം, ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാം. നിങ്ങൾ DYFIക്കാരും കൂടെ ഇറക്കുന്നത് എന്തിനാ? പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഈ റോഡിൽ നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാം. തല്ലു കൊള്ളാനും തരാനും ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്യാം. ആ പേര് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, അയാളുടെ ലീഡർഷിപ്പിൽ എവിടെ വരെ ഓടി വന്നത്? പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. അപ്പൊ ആ CIക്ക് എതിരായിട്ട് നടപടി ഉണ്ടാകണം. കണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ.
നമ്മുടെ കുറച്ച് പിള്ളേരെ അവന്മാരെ അടിച്ച് ഷട്ടറി കയറ്റിട്ടുണ്ട് അവിടെ. അതിന് ഇവരിവിടെ നിൽക്കാനേ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ടോ? നമ്മൾ നോക്കിയല്ലേ നിൽക്കുന്നേ. നിങ്ങൾ ക്ലിയർ ചെയ്യും. നിങ്ങൾ ക്ലിയർ ആകും. അവരെ ഇറക്കുമല്ലോ. ഞങ്ങള് വണ്ടിപ്പെരിയാറിലെ, അതായത് വണ്ടിപ്പെരിയാറിലെ ഡിവൈഎഫ്ഐക്കാർ ആ പ്രതിയായ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന അർജുനോടൊപ്പമാണ്. അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്ക് എതിരായിട്ടുള്ള സമരമാണോ നടന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്തുമ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ ഓഫീസിൽ നിന്നിട്ട് കല്ലെറിയുക, ഓഫീസിനകത്ത് നിന്നിട്ട് സോഡാ കുപ്പി എറിയുന്നു. ഈ പോലീസുകാർ നോക്കി നിൽക്കുക. ഇവിടെ തുടക്കം തൊട്ട് പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു CI ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ. അയാളുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞതാ. അയാളാണ് പുറകെ വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അങ്ങോട്ടേക്ക് കയറണ്ടായെന്നാണ് അവർ പറയുന്നത്. അവിടെ ഇവിടെ കയറി ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ പ്രകടനം നടക്കുമ്പോൾ അവർക്ക് റോഡിൽ എന്താ കാര്യം? റോഡിലിറങ്ങി നിൽക്കലാണോ അവരുടെ പരിപാടി? ഞാൻ ഇടയ്ക്ക് നിന്നതാ. ഇടയ്ക്ക് നിന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കിയതാ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ തെരുവിൽ തല്ലില്ലാന്ന്. എന്നിട്ട് അവന്റെ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് കല്ലും കൊടുത്തിട്ട് വിട്ടേക്കുക. തല്ലാൻ റോഡിലേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഈ കല്ല് കൊടുത്ത് വിടുന്നത് പാർട്ടി ഓഫീസിനകത്ത് നിന്ന് കല്ലെറിയാൻ. പോലീസുകാർ ഒത്താശയോടുകൂടി. പോലീസുകാരില്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതിന്റെ പോലീസുകാരെന്താ ചെയ്തത്? ഇവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, വണ്ടൻമേട്, ഇവിടെ പേരെന്താ? വണ്ടൻമേട് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലായി ഗുണ്ടായിസം മൊത്തം കാണിച്ചത്.